ഭാഷാവിവാദം, മണ്ഡല പുനർനിർണയം, മണിപ്പൂർ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച പ്രതിപക്ഷം. അതേസമയം ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി UDF എംപിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, പാർലമെന്റ് സമ്മേളനം, ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിയതിന്റെ ആദ്യ ദിനമായ ഇന്നലെ വലിയ പ്രതിഷേധത്തിന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ഭാഷാ വിവാദം തന്നെയായിരുന്നു ഇന്നലെ സഭയെ ചൂടുപിടിപ്പിച്ചത്. കാരണം ഈ വിഷയത്തിൽ ചർച്ച വേണം എന്ന ആവശ്യം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു. അതിനിടയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരാമർശവും വലിയ ഒച്ചപ്പാടിനിടയാക്കി. പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാരിന് ആത്മാർത്ഥതയില്ല, ഒപ്പം തന്നെ അപരിഷ്കൃതർ തുടങ്ങിയ പരാമർശങ്ങൾ പിന്നീട് മന്ത്രിക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നു. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. പ്രത്യേകിച്ച് DMK തന്നെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരുമായി അനുമതിയില്ലാതെയാണ് ഇത്തരം നീക്കം, വിദ്യാഭ്യാസ നയവുമായി കേന്ദ്രം മുന്നോട്ട് പോയത്. വിദ്യാഭ്യാസത്തെ കായ്വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ. സ്വാഭാവികമായും ഇന്ന് സഭ സമ്മേളിക്കുമ്പോഴും ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ മണ്ഡല പുനർനിർണയവും വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട് DMK അടക്കമുള്ള പാർട്ടികൾ. തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കുകയും ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെയും പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ഒക്കെ തന്നെ പിന്തുണ ഈ വിഷയത്തിൽ തേടുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇന്ന് ആശാ വർക്കർമാർ സമരം 30 ദിവസം പിന്നിടുകയാണ്. ഇന്നലെ ഈ വിഷയം കേരളത്തിൽ നിന്നുള്ള MPമാർ സഭയിൽ ഉന്നയിച്ചിരുന്നു. KC വേണുഗോപാൽ, ഒപ്പം തന്നെ ശശി തരൂർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഏതായാലും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കുമെന്ന് MPമാർ അറിയിച്ചിട്ടുണ്ട്. 10:30-ക്കാണ് ഏതായാലും പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത്. അശ്വതി. ശരി, രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.